നമസ്കാരം. നല്ല സ്ഥലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ കാണിക്കാൻ പോകുന്ന ഈ പ്രോപ്പർട്ടി ഇരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിൽ നിന്ന് 900 മീറ്റർ മാറിയിട്ടാണ്. അത് മാത്രമല്ല, കാഞ്ഞിരപ്പള്ളി മണിമല റൂട്ടിൽ നിന്ന്, അതായത് ബസ് റൂട്ടാണ്, അവിടുന്ന് 80 മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി ഇരിക്കുന്നത്. പ്രോപ്പർട്ടിക്ക് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നല്ലൊരു ഫ്രണ്ട് യാർഡ് അവരവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നല്ല രീതിയിൽ ഗാർഡനും മരങ്ങളും കാര്യങ്ങളും എല്ലാം ഈ പ്രോപ്പർട്ടിക്കകത്ത് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവർ ചോദിക്കുന്ന വിലഭാവം 1.65 CR ആണ്, നെഗോഷ്യബിൾ ആണ്. ഈ പ്രോപ്പർട്ടി ഇങ്ങനെ വരാനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ഒരു റെപ്യൂട്ടഡ് ആർക്കിടെക്റ്റ് ആണ് ഈ പ്രോപ്പർട്ടി എൻറ്റയർലി കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതും ഡിസൈൻ ചെയ്തിരിക്കുന്നതും. 5-10 അതിലേറെയോ കാറുകൾ ഇതിൻ്റെ അകത്ത് പാർക്ക് ചെയ്യാനും ബാക്ക് യാർഡ് വരെ കാറ് പോകാനായിട്ടുള്ള പ്രൊവിഷനും ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ 16 CCTV ക്യാമറാസ് ഈ പ്രോപ്പർട്ടിക്ക് ചുറ്റും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഫ്രണ്ട് യാർഡ്. ഒരു സിംഗിൾ കാർ പാർക്കിംഗ് ഏരിയ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് യാർഡിലേക്ക് കാറുമായിട്ട് പോകാനായിട്ടുള്ള സ്പേസും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബൈ ദ വേ, ഇഫ് യു ആർ പ്ലാൻ ടു സെൽ ഓർ ബൈ എനി ജെനുവിൻ പ്രോപ്പർട്ടീസ് ഇൻ കേരള, ഫീൽ ഫ്രീ ടു കോൺടാക്ട് us എനി ടൈം. വീട് മുഴുവനും കോൺക്രീറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ജനലും അതിൻ്റെ മുകളിലത്തെ ഷെയ്ഡും കാര്യങ്ങളും എല്ലാം മലേഷ്യൻ തേക്ക് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ വീട് പണിതിരിക്കുന്നത് 2012 ഇതിൻ്റെ ഓണേഴ്സ് മോസ്റ്റ്ലി എബ്രോഡാണ്. വർഷത്തിലൊരു 2 ആഴ്ച മാത്രമേ ഇവർ ഇവിടെ വന്ന് തങ്ങാറുള്ളൂ. ഫുള്ളി എബ്രോഡിലേക്ക് സെറ്റിൽ ആകാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ പ്രോപ്പർട്ടി ഇപ്പോൾ സെൽ ഔട്ട് ചെയ്യുന്നത്. ഈ പ്രോപ്പർട്ടി ഫുള്ള് ചുടുകട്ട വെച്ചിട്ടാണ് പിന്നെ ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ സൂമിൻ ചെയ്ത് കാണിച്ച പോർഷനാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത്. മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ ചെറിയ വീടായിട്ട് തോന്നിയെങ്കിലും ഒരു വലിയ വീടാണ്. 2970 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. മൊത്തം ലാൻഡ് ഏരിയ വരുന്നത് 21 സെൻറ്റാണ്. ചുറ്റും ഒരു ഗാർഡനും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ബാൽക്കണിയാണ്. ഇതിലൂടെ കാർ ഓടിച്ച് നമുക്ക് ബാക്ക് യാർഡിലേക്ക് പോകാനായിട്ടുള്ള പ്രൊവിഷനുണ്ട്. ഞാനിപ്പോൾ കാണിച്ചു തരാം. CCTV പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കണ്ടോ. ഇതിവിടുത്തെ ടാങ്ക കാര്യങ്ങളെല്ലാം വരുന്നതാണ്. ഫുള്ള് ചുടുകട്ട വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് അലക്കുകല്ല് കാര്യങ്ങളെല്ലാം അവരവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനുള്ള പ്രൊവിഷൻ അവൈലബിൾ ആണ്. ഇവിടെ ബോർവെല്ലാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഓപ്പൺ വെല്ലിനുള്ള അവൈലബിലിറ്റിയോ അല്ലെങ്കിൽ പ്രൊവിഷനോ ഇവിടെ ആക്സസിബിൾ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിന് യാതൊരു ക്ഷാമവും ഇല്ലാത്തൊരു ഏരിയ ആണ് ഇവിടെ. നല്ല രീതിയിൽ വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ബാക്ക് യാർഡാണ് ഇവിടെ. ഇവിടം വരെ നമുക്ക് കാറ് കൊണ്ടുവരാനായിട്ട് പറ്റും. ഒരു പ്രൈവറ്റ് ഫംഗ്ഷനോ മറ്റെന്തെങ്കിലും കാര്യത്തിനായിട്ടോ നമുക്കിവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഐ വിൽ ഷോ യു അറൗണ്ട്. ഇവിടുന്ന് നമുക്ക് ഫ്രണ്ട് യാർഡിലേക്ക് ഒരു നല്ലൊരു വ്യൂവും ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചുറ്റുമുള്ള ഗാർഡനിങ്ങും ലാൻഡ്സ്കേപ്പിങ്ങും ഈ വീടിൻ്റെ ഭംഗി നല്ല രീതിയിൽ കൂട്ടുന്നുണ്ട്. ഇവിടുന്ന് നമുക്ക് വീടിൻ്റെ അകത്തേക്ക് ഒരു എൻട്രൻസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പം കാണിച്ചു തരാം. നേരെ കയറുന്നത് നമ്മൾ ഫാമിലി ലിവിങ് അല്ലെങ്കിൽ ഫോമൽ ലിവിങ്ങിലേക്കാണ്. അത് എൻ്റയർ ബിൽഡിങ്ങുമായിട്ട് ടോട്ടലി സെപ്പറേറ്റഡ് ആണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഫോമൽ ലിവിങ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നല്ലൊരു പ്രൈവസി വരുന്ന രീതിയിലുമാണ് അവരവിടെ ചെയ്തിരിക്കുന്നത്. പ്രോപ്പർ ലൈറ്റിംഗ് ആൻഡ് വെന്റിലേഷൻ എൻ്റയർ ബിൽഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. ഐ വിൽ ഷോ യു അറൗണ്ട്. ഫ്രണ്ട് ഡോറിൻ്റെ തേക്ക് കൊടുത്തിരിക്കുന്നത് കേരള തേക്കാണ്. ഇവിടുന്ന് ഞാൻ കാർ പാർക്കിങ്ങിൻ്റെ ഏരിയ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അവിടെയും പ്രോപ്പർ ഗാർഡനിങ്ങും ലാൻഡ്സ്കേപ്പിങ്ങും കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഐ വിൽ ജസ്റ്റ് ഷോ യു അറൗണ്ട്. ഒന്നെങ്കിൽ കാർ പാർക്കിങ്ങിൻ്റെ ഏരിയ നമുക്ക് യൂസ് ചെയ്യാം. ആ വഴി സ്റ്റെപ്പ് ഉണ്ട്. അല്ലെങ്കിൽ മറ്റേ സൈഡിൽ കൂടെ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു എൻട്രൻസ് വേണമെങ്കിൽ അവൈലബിൾ ആക്കാം. പ്രോപ്പർ ഡ്രെയിനേജ് സിസ്റ്റം എല്ലാം ഈ പ്രോപ്പർട്ടിക്കകത്ത് കൊടുത്തിട്ടുണ്ട്. മോസ്റ്റ്ലി ഇത് കോളം ബീം ഡിസൈൻ ആണ് ഈ പ്രോപ്പർട്ടി ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഡൈനിങ് ഏരിയ ആണ്. ഐ വിൽ ഷോ യു അറൗണ്ട്. ഡിഫറെൻറ്റ് ലെവൽസിലാണ് ഈ പ്രോപ്പർട്ടി ചെയ്തിരിക്കുന്നത്. ഡൈനിങ് റൂമിലെ ഫർണിച്ചർ ഫുള്ള് ഈട്ടി ആണ്. ബാക്കി എല്ലാ ഫർണിച്ചറും മഹാഗണിയാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എഗെയിൻ നമുക്ക് ബാക്കിയുള്ള റൂംസിൽ നിന്ന് നല്ലൊരു പ്രൈവസി കിട്ടുന്ന ഡൈനിങ് റൂമും ലിവിങ് റൂമുമാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങും ലിവിങ്ങും സെപ്പറേറ്റഡ് ബൈ എ ഗുഡ് ഫോയർ സ്പേസ്. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഫുള്ള് മഹാഗണി കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു യൂറോപ്യൻ സ്റ്റൈലിലുള്ളൊരു വാഷ്റൂമും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ വാർഡ്രോബും കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രോപ്പർ വെന്റിലേഷനും ലൈറ്റിംഗും ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്.
നമ്മൾ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. കാരണം അതിൻ്റെ ഒരു വെൻറ്റിലേഷനും ലൈറ്റിങ്ങും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. വീടിന് മുഴുവനും വരുന്ന 6 ബാത്റൂംസ് ആണ്. 2 കോമൺ ബാത്റൂം വരുന്നുണ്ട്. ഇത് നമ്മുടെ വാഷ് ഏരിയ ആണ്. നല്ലൊരു സ്പേഷ്യസ് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വാഷ് ഏരിയ ആണ്. അഗെയിൻ സെപ്പറേറ്റഡ് ഫ്രം ദ ഡൈനിങ് റൂം. ഇത് നല്ല പ്രോപ്പറായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു കോമൺ ബാത്റൂം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഗസ്റ്റിന് വരുമ്പോൾ നമ്മുടെ ബെഡ്റൂമിൽ കേട്ടാതെ ഇൻസ്റ്റഡ് വി കുഡ് ഷോ ദം ദിസ് ബാത്റൂം. വെൽ മെയിൻറ്റൈൻഡ് ആണ് ഇവിടുത്തെ ബാത്റൂമും കാര്യങ്ങളും എല്ലാം. ടോട്ടൽ നമുക്ക് 4 അറ്റാച്ച്ഡ് ബാത്റൂമും 2 കോമൺ ബാത്റൂമും വരുന്നുണ്ട്. 1 സെർവൻസ് ബാത്റൂമാണ് കിച്ചൺ സൈഡിലുള്ളത്. ഐ വിൽ ജസ്റ്റ് ഷോ യു അറൗണ്ട്. മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനാണ് ഫുള്ള് ചെയ്തിരിക്കുന്നത്. ഒരു സ്പേസ് പോലും കളയാത്ത രീതിയിലുള്ള ഡിസൈനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ മോഡേൺ കിച്ചൺ അല്ലെങ്കിൽ മെയിൻ കിച്ചണാണ്. പ്രോപ്പറായിട്ട് ഒരു ഡൈനിങ് സ്പേസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ട് ഒരു ഐലൻഡ് ടേബിൾ എന്ന് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ചുറ്റും കിച്ചൻ്റെ സ്പേസ് വരുന്ന രീതിയിൽ നല്ല രീതിയിൽ അവരവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വലിയൊരു കിച്ചൺ തന്നെയാണിത്. ഇത് ലിവിങ്ങിൽ നിന്ന് നോക്കിയാൽ നമുക്ക് വിസിബിൾ അല്ലാത്ത രീതിയിലാണ് അവരുടെ ഡിസൈൻ പോയിരിക്കുന്നത്. ഇവിടെ ഒരു സ്റ്റോർ യൂണിറ്റും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചെറുതല്ല, വലിയൊരു സ്റ്റോർ യൂണിറ്റാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. By the way, if you are planning to buy or sell any genuine properties in Kerala, feel free to contact us anytime. ഇവിടെ ഫ്രിഡ്ജിനുള്ള സ്പേസും അവരവിടെ ഇട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വർക്ക് ഏരിയ അല്ലെങ്കിൽ ഡേർട്ടി കിച്ചണാണ്. ടു ബി ഓണസ്റ്റ്, അവിടെ കൊടുത്തിരിക്കുന്ന കളർ പാലറ്റ് ഭയങ്കര രസമാണ്. ഐ വിൽ ജസ്റ്റ് ഷോ യു അറൗണ്ട്. അതിൻ്റെ എൻഡിലായിട്ട് നമുക്കൊരു സെർവൻസ് ടോയ്ലറ്റും കൂടി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വീട് മുഴുവൻ ചുടുകട്ട കൊണ്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് യാതൊരു പോരായ്മകളോ സ്ട്രെങ്ത്തിനുള്ള ഇഷ്യൂസോ വീടിന് വന്നിട്ടില്ല. വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് 2012 ദ വാഷ്റൂം ഈസ് വെൽ മെയിൻറ്റെയിൻഡ്. ഡേർട്ടി കിച്ചൺ കൊണ്ട് മാത്രം ഇവിടെ തീരുന്നില്ല. അവരൊരു അഡീഷണൽ കിച്ചൺ ഏരിയയും കൂടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ മറ്റു സാധനങ്ങൾ അവിടെ യൂസ് ചെയ്യാനായിട്ട് ഒരു സെപ്പറേറ്റ് സ്പേസ് അവർ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സെർവൻസ് ഡൈനിങ് ഏരിയ എന്ന് വേണമെങ്കിൽ അതിനെ കൺസിഡർ ചെയ്യാം. ഒരു വലിയൊരു സ്പേസ് അവർ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കേരളത്തിൽ പൊതുവേ കണ്ടുവരാത്തൊരു സ്പേസാണിത്, പക്ഷേ ഇറ്റ്സ് നെസസിറ്റി. ഇവിടുന്ന് പുറത്തേക്ക് നമുക്ക് നല്ലൊരു ബാക്ക് യാർഡ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രോപ്പർ സ്പേസിങ്ങും പ്രോപ്പർ കാൽക്കുലേഷനും പ്രോപ്പർ ഡിസൈനിങ്ങും ആണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. ടൗൺ ആണോ ടൗണിൽ തന്നെയാണ്, എന്നാൽ ടൗണിൻ്റെ യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാത്ത രീതിയിലാണ് ഈ പ്രോപ്പർട്ടി സിറ്റുവേറ്റഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റോറിയിലേക്ക് പോകാം. ഐ വിൽ ജസ്റ്റ് ഷോ യു അറൗണ്ട്. സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ അവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. പ്രോപ്പർ ലൈറ്റിംഗ് ആണ് വീടിന് മൊത്തം കൊടുത്തിരിക്കുന്നത്. ഫർണിച്ചർ ഉൾപ്പെടെയാണ് ഇവർ ഈ വീട് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ബൈ ദ വേ, ഈ പ്രോപ്പർട്ടിക്കകത്തൊരു ബോർവെല്ലാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഓപ്പൺ വെല്ലിനുള്ള പ്രൊവിഷൻ അവർ ഇട്ടിട്ടുണ്ട്. നല്ല അവൈലബിലിറ്റി ഉള്ള ഏരിയ ആണ് വെള്ളത്തിന്. ഇപ്പം കാണാൻ പോകുന്നത് നമ്മുടെ 3rd ബെഡ്റൂമാണ്. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമാണ്. മഹാഗണി കാര്യങ്ങളാണ് ഫുള്ളി ഫർണിച്ചർ ബിൽഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ടേബിളും കൂടി അവരവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിനുള്ളത്, ഈ റൂമിനുള്ളത്. ഒരു നല്ല ഡ്രസ്സിങ് യൂണിറ്റും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഏത് വിൻഡോസിൽ കൂടെ പുറത്തോട്ട് നോക്കിയാലും പ്രകൃതിയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുള്ളൂ. ഇറ്റ്സ് നോട്ട് എ കോൺക്രീറ്റ് ജംഗിൾ. എല്ലാ വാഷ്റൂമും നല്ല പ്രോപ്പറായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് ഓൾ വാൾ മൗണ്ടഡ്. By the way, if you are planning to sell or buy genuine properties in Kerala, feel free to contact us anytime. To be honest, ഇത് പ്രോപ്പർ വെൻറ്റിലേഷനും പ്രോപ്പർ ലൈറ്റിങ്ങും ഉള്ളൊരു വീട് തന്നെയാണ്. ഒരു പോസിറ്റീവ് ഫീൽ നമുക്ക് വീട്ടിൽ വരുമ്പോൾ തന്നെ കിട്ടുന്നതാണ്. സോ നെക്സ്റ്റ് ബെഡ്റൂമിലേക്ക് നമുക്ക് പോകാം. ഇവിടെയും വാർഡ്രോബ് കാര്യങ്ങളും എല്ലാവരും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു ഡ്രസ്സിങ് ഏരിയയും അതോടൊപ്പം തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ പ്രോപ്പർട്ടിക്ക് ഇവർ ചോദിക്കുന്ന വിലഭാഗം 1.65 CR ആണ്. നെഗോഷ്യബിൾ ആണ്. താല്പര്യമുള്ളവർ വിളിക്കുക. ദിസ് ഈസ് ദ ബാത്റൂം. ഇറ്റ്സ് വെൽ മെയിൻറ്റൈൻഡ് അഗെയിൻ. അതിൻ്റെ അകത്തൊന്നും യാതൊരു കുറ്റമോ കുറവോ പറയാനില്ല.
ഇറ്റ്സ് ഓൾ ഇൻ കൈൻഡ് ഓഫ് യൂറോപ്യൻ സ്റ്റൈലിലാണ് അവർ ചെയ്തിരിക്കുന്നത്. പ്രോപ്പർ ആർക്കിടെക്ചർ നമുക്ക് എല്ലായിടത്തും കാണാനായിട്ട് പറ്റും. എല്ലാ സ്പേസും നല്ല രീതിയിൽ അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇത് 4ാമത്തെ ബെഡ്റൂമാണ്. അവരിപ്പം കംഫർട്ടബിൾ ആയിട്ട് വെച്ചിട്ടില്ല. ഇപ്പോൾ ഇത് ഓപ്പൺ ബെഡ്റൂം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇത് കംഫർട്ടബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ ഈ ഏരിയ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു ബെഡ്റൂമായിട്ട് തന്നെ എടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഈ ബെഡ്റൂം ഒരു ഓപ്പൺ ബെഡ്റൂമായിട്ട് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ ഒരു അപ്പർ ലോഞ്ച് വിച്ച് ഈസ് റീക്രിയേഷണൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഒരു അപ്പർ ലോഞ്ചായിട്ട് യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് താഴോട്ടേക്ക് നോക്കിയാൽ ഡൈനിങ് സ്പേസിലേക്ക് ഒരു നോട്ടം കിട്ടുന്നതാണ്. ഇവിടുന്ന് നമുക്ക് നോക്കിയാൽ ഫ്രണ്ട് യാർഡിലേക്ക് ഒരു നോട്ടം കിട്ടുന്നതാണ്. പുറത്തേക്ക് എവിടെ നോക്കിയാലും നമുക്കൊരു ഗ്രീനറിയും പ്ലസൻറ്റ് ഫീലും മാത്രമേ കിട്ടാനായിട്ടുള്ളൂ. അടുത്തത് നമ്മൾ ഇവിടുത്തെ ബാൽക്കണി കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബാൽക്കണി വരുന്നത്. പ്രോപ്പറായിട്ടാണ് അവർ ബാൽക്കണി പ്ലേസ് ചെയ്തിരിക്കുന്നത്. മരങ്ങളും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു പ്രൈവസി ഫീൽ നമുക്ക് കിട്ടുന്നതാണ്. ഒരു ക്യാൻഡിലിവർ ബാൽക്കണിയാണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവർ ചോദിക്കുന്ന വിലഭാവം 1.65 CR ആണ്. താല്പര്യമുള്ളവർ വിളിക്കുക. At the same time, if you are planning to sell or buy any properties in Kerala, feel free to contact us anytime. Thank you.